ഇനി ഇതിപ്പോൾ ടെക്നോളജിയുടെ കാലമാണ്, AI-യുടെ കാലമാണ് അല്ലേ? ടെക്നോളജിയുടെ ഈ കാലഘട്ടത്തിൽ കാഴ്ച പരിമിതി നേരിടുന്ന അധ്യാപകരെക്കുറിച്ചും അവരുടെ ക്ലാസ് മുറികളെക്കുറിച്ചും ഒക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെയായിരിക്കും അവർ അത് കൈകാര്യം ചെയ്യുക? AI ഉപയോഗിച്ചുള്ള കാഴ്ച പരിമിതി നേരിടുന്ന അധ്യാപകരുടെ പരിശീലന കളരിയിലേക്ക് ഒന്ന് പോയി വരാം. കാലം മാറി, പഠനമുറകൾ മാറി. ക്ലാസ് മുറികളിൽ ഇത് ടെക്നോളജി കാലം. കൈകളിൽ എന്തെങ്കിലും ഉണ്ടോ? AI അധിഷ്ഠിത പവർ ടൂളുകളും പ്ലാറ്റ്ഫോമുകളും വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപകമാകുന്ന കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും അപ്ഡേറ്റഡ് ആയിരിക്കേണ്ടതിന്റെ ആവശ്യകതയേറെയാണ്. എന്നാൽ കാഴ്ചാ പരിമിതി നേരിടുന്ന അധ്യാപകർക്ക് ടെക്നോളജി എത്രമാത്രം പ്രയോജനപ്പെടുത്താനാകും? അനായാസം എന്ന ഉത്തരമാണ് ഒരു കൂട്ടം അധ്യാപകർ നൽകുന്നത്. വൃത്തികെട്ടൊരു വർത്താനുണ്ട്. അതെന്താ? അത് കണ്ടാലേ മനസ്സിലാവും. തലക്കൊന്നാണ്ട് കൊടുക്കാൻ എന്നിട്ട് ഇങ്ങനെ ഉറച്ച ചുറ്റും ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് അറിയാം? ശ്രദ്ധിക്കുക, നമ്മൾ ഈ വീഡിയോ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജിയും കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ടീച്ചേഴ്സ് ഫോറവും ചേർന്നാണ് ഇവർക്കായുള്ള പരിശീലന ക്ലാസുകൾ സംഘടിപ്പിച്ചത്. 2 മാസത്തിലേറെയായി സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലുള്ള കാഴ്ചാ പരിമിതി നേരിടുന്ന അധ്യാപകർക്ക് ഇത്തരത്തിൽ പരിശീലനം നടത്തിവരികയാണ്. AI സാധ്യതകൾ എന്ത്? എങ്ങനെ ദൈനംദിന ജീവിതത്തിൽ AI ഫലപ്രദമായി ഉപയോഗിക്കാമെന്നതാണ് പരിശീലനത്തിൽ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. പ്രധാനമായി ഇവിടെ കൊടുക്കുന്ന പരിശീലനം എന്ന് പറയുന്നത് സ്വന്തമായി കാഴ്ചാ പരിമിതർക്ക് പ്രൊജക്ടർ ഉപയോഗിക്കുവാൻ എങ്ങനെ കഴിയും, ഡിജിറ്റൽ ബോർഡ്, അഡ്വാൻസ് ബ്രെയിൽ കീബോർഡ്, ശാരദ റൈറ്റർ തുടങ്ങിയ ഉപയോഗിച്ച് എങ്ങനെയാണ് കാഴ്ചയില്ലാത്തവർക്ക് ജനറൽ ക്ലാസ്സുകളിൽ ക്ലാസ് റൂം കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ ബോർഡിൽ നോട്ട്സുകൾ എഴുതി കൊടുക്കുക എന്നതും മാത്രമല്ല, ആധുനിക ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ AI-യുടെ സാധ്യതകൾ എന്തൊക്കെയാണെന്നും അത് കാഴ്ചയില്ലാത്തവരുടെ ദൈനംദിന ജീവിതത്തിൽ ഏതൊക്കെ തരത്തിൽ ഗുണപ്രദമായ രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നു എന്നുമാണ് ഈ AI-യുടെ ക്ലാസ്സിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്. പലപ്പോഴും മാധ്യമങ്ങളിലൊക്കെ പറയാണ്ട് LP ക്ലാസ് UP ക്ലാസ്സുകളിൽ കാഴ്ചയില്ലാത്തവർക്ക് പഠിപ്പിക്കുവാൻ സാധിക്കില്ല എന്ന് പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല. ഞങ്ങൾക്ക് LP ക്ലാസ്സിലായാലും UP തലത്തിലായാലും കുട്ടികളെ സാധാരണ ആളുകൾ പഠിപ്പിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾക്കും സാധ്യമാണ് എന്ന് അവരെ അധ്യാപകരെ പഠിപ്പിക്കുക, അതോടൊപ്പം തന്നെ അതിനുള്ള സാധ്യതകൾ കണ്ടെത്തി കൊടുക്കുക എന്നതാണ് ഈ ട്രെയിനിങ്ങിൻ്റെ പ്രധാന ലക്ഷ്യം. വെറും 6 കീ മാത്രം ഉപയോഗിച്ചുള്ള ബ്രെയിൽ ടൈപ്പിംഗ് പരിശീലനം അധ്യാപകരിൽ കൗതുകമുളവാക്കി. ഞൊടിയിട കൊണ്ട് ഒരു വാചകം ടൈപ്പ് ചെയ്യാം. അങ്ങനെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എങ്ങനെ തങ്ങളുടെ പ്രവൃത്തികൾ വേഗത്തിലാക്കാമെന്ന പരിശീലനം അവർ വേഗത്തിൽ തന്നെ നേടിയെടുത്തു. സാങ്കേതിക വിദ്യയുടെ അത്ഭുത ലോകത്തെ അകക്കണ്ണാൽ അവർ കണ്ടു. കയ്യിലൊതുങ്ങുന്ന സ്ക്രീനിൽ നിന്ന് പ്രതികരണങ്ങൾ കേട്ടു തുടങ്ങിയപ്പോൾ അവർ അറിയാതെ പുഞ്ചിരിച്ചു. എന്ത് സാങ്കേതിക വിദ്യയും വേണ്ട വിധം പ്രയോജനപ്പെടുത്തിയാൽ അസാധ്യമായതൊന്നുമില്ല എന്ന് കാണിച്ചു തരികയാണിവർ. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. AI-യുടെ സാധ്യതകൾ എത്രത്തോളമാണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു റിപ്പോർട്ട് അല്ലേ? സ്നേഹമോൾ നൈനാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സ്നേഹ, ഈ ടെക്നോളജിയുടെ കാലഘട്ടം AI ഒക്കെ ഇങ്ങനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുമ്പോൾ ഭിന്നശേഷിക്കാർക്കൊക്കെ അത് ശരിക്കും ഒരു സഹായകമാകുകയാണല്ലേ ജോലിയിലും ജീവിതത്തിലുമൊക്കെ? ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത് AI സാങ്കേതിക വിദ്യയുടെ കാലഘട്ടമാണ്. അത് എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഒരു ദിവസം തുടങ്ങുന്നത് മുതൽ ഒരു ദിവസം അവസാനിക്കുന്നത് വരെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലൂടെയൊക്കെ നമ്മൾ അതിലൂടെ കടന്നു പോകുമെന്നൊരു കാര്യവും തീർച്ചയാണ്. ഏത് കൊച്ചുകുട്ടികൾക്ക് പോലും ഇപ്പോൾ AI-നെ കുറിച്ചും AI-യുടെ സാങ്കേതിക വിദ്യകളെക്കുറിച്ചുമൊക്കെ പരിചിതമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലേ. അപ്പോൾ ഇങ്ങനെ ഉള്ള അവസരങ്ങളിൽ, അതായത് നമ്മൾ സ്ഥിരം നമ്മൾ ഉപയോഗിക്കുന്നതാണ്, നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും, അതിൻ്റെ എല്ലാ സാധ്യതകളും നമ്മൾ പ്രയോജനപ്പെടുത്തും. അങ്ങനെ നമ്മുടെ ജീവിതമൊക്കെ അനായാസമാക്കിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജിയാണ്. അപ്പോൾ ഈ കാഴ്ചാ പരിമിതരായ അധ്യാപകരെ കുറിച്ച്, അല്ലെങ്കിൽ അവർ ഒരു കൂട്ടം കാഴ്ചാ പരിമിതി നേരിടുന്ന ആളുകൾ എന്ത് ചെയ്യും എന്നൊരു കാര്യമൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെയെങ്കിൽ
ഈ അധ്യാപകരുടെ ഈ പരിശീലനം നടക്കുന്ന ഈ ക്ലാസ്സിലേക്ക് നമ്മൾ കയറി ചെല്ലുകയാണെങ്കിൽ എന്തും അനായാസം ചെയ്യാൻ സാധിക്കും. അതിൽ ആത്മവിശ്വാസവും അത് ചെയ്യാനൊരു മനസ്സും മാത്രമുണ്ട് എന്ന് കാണിച്ചു തരുന്നതാണ് ഒരു കൂട്ടം അധ്യാപകർ. എനിക്ക് എടുത്തു പറയേണ്ടതായിട്ടുള്ളത്, ആദ്യത്തെ ദിവസം അവിടെ ചെന്നപ്പോൾ ഈ ബ്രെയിൽ ടൈപ്പിംഗ് ആണ് ആദ്യം ഞാൻ കണ്ട കാഴ്ച. വെറും 6 കീ ഉപയോഗിച്ചത് നമ്മുടെ ഒരു കീബോർഡിൽ നമ്മൾ A to Z, അല്ലെങ്കിൽ നമ്മൾ മലയാളമാണെങ്കിൽ അത്തരത്തിൽ ടൈപ്പ് ചെയ്യും. 1 മുതൽ 10 വരെ ആണെങ്കിൽ 9 വരെ, അല്ലെങ്കിൽ 0 ആണെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കീ ഒക്കെയാണ് നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ബ്രെയിൽ കീ എന്ന് പറയുന്നത് വെറും 6 കീസ് മാത്രമേ ഉള്ളൂ. ഈ 6 കീ ഉപയോഗിച്ച് വളരെ വേഗത്തിൽ തന്നെയാണ് ഒരു വാചകം ഇവർ ടൈപ്പ് ചെയ്യുന്നത്. അത് കണ്ടു നിൽക്കുന്ന നമുക്കും അത് അത്ഭുതം തോന്നുന്ന ഒരു കാഴ്ചയാണ്. തീർച്ചയായും അത്ഭുതം തോന്നുന്നുണ്ട്. ആ ഒരു റിപ്പോർട്ട് കണ്ടപ്പോൾ നമുക്കും തോന്നുന്നു 6 കീ ഉപയോഗിച്ചുള്ള ഈ ഒരു സംഭവമൊക്കെ നമുക്ക് ശരിക്കും അത്ഭുതം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്.